വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നേക്കുന്നത്. നമ്മളിത് വറുത്തെടുക്കുന്ന പലഹാരമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മധുരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അത് ആ ഉള്ളിലെല്ലാം നല്ല സോഫ്റ്റായിട്ടുള്ളൊരു മധുരം ഫില്ലിങ്ങാണ് ഇതിൽ ഉള്ളിൽ വച്ചേക്കുന്നത്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ അതിൻ്റെ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 കപ്പ് ചെറുപയറിൻ്റെ പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഡ്രൈ ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കളറെല്ലാം ചെറുതായിട്ടൊന്ന് മാറി വരും. അപ്പോൾ ആ കളർ ചെറുതായിട്ട് മാറി തുടങ്ങുന്ന സമയം വരേക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഇതാ ഒരു 3-4 മിനിറ്റ് വറുത്ത് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുകയാണ്. വറുത്തിരിക്കുന്ന പാത്രത്തിൽ നിന്ന്, അല്ലെങ്കിൽ അതിൽ ചൂട് ആയിട്ട് പിന്നെയും അത് കളർ വല്ലാതെ മാറി വരും. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കഴുകിയെടുത്ത് വേവിച്ചെടുക്കണം കേട്ടോ. കുറച്ച് സമയം 10 മിനിറ്റ് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അത് വേകുന്ന സമയം കൊണ്ട് ഒരു പാൻ വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയൊരു നേന്ത്രപ്പഴം ഒന്ന് വരട്ടിയെടുക്കുകയാണ്. നേന്ത്രപ്പഴം ഒന്ന് സോഫ്റ്റായി കിട്ടാനായിട്ട് അത് 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ നല്ലപോലെ ഇതൊന്ന് ചെറിയ ചൂടിലൊന്ന് അടച്ച് വയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റായി ഇത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നേന്ത്രപ്പഴം ശരിക്കൊന്ന് ഉടഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയും കൂടെയും ചേർത്തിട്ട് ഈ പഴത്തിലിട്ടിട്ട് ഒന്ന് ശരിക്കൊന്ന് അത് രണ്ടും കൂടെ യോജിപ്പാകുന്നവരേക്ക് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തേങ്ങയുടെ കളറൊന്നും മാറേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കൊടുത്താൽ മതി. ഈ സമയത്തേക്ക് ഒരു 1/4 കപ്പ് ശർക്കരയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒത്തിരി മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് അല്ലെങ്കിൽ 3/4 കപ്പ് ശർക്കര വരെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വളരെ കുറച്ച് മധുരത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 1/4 കപ്പ് ശർക്കര മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പൊടി ശർക്കര ആയതുകൊണ്ടാണ് നേരിട്ട് ചേർത്ത് കൊടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് വെള്ളത്തിൽ അലിയിച്ചിട്ട് ആ വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ആ ശർക്കരയും ചെറുതായിട്ടൊന്ന് അലുത്ത് വന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ പരിപ്പും കൂടിയും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുപയർ പരിപ്പ് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ശരിക്കും ഇതൊന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് വെള്ളം വറ്റിച്ചെടുക്കണം. പരിപ്പ്, ശർക്കര, തേങ്ങയും എല്ലാം കൂടെയും ശരിക്കും ഒന്ന് മിക്സ് ആകുന്ന സമയം വരേക്ക് ഒന്ന് വരട്ടി കൊടുക്കുക. ഇതെല്ലാം കൂടി യോജിപ്പാകാനായിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ കുറച്ച് സമയം. ഇപ്പോൾ ആ വെള്ളമെല്ലാം വറ്റി ഇത് ശരിക്കും ഇതെല്ലാം ചേർന്നൊന്ന് യോജിപ്പായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഉടച്ചു കൊടുക്കുക. ഉടച്ചു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ശരിക്കൊന്ന് ചൂടാറി കിട്ടാനായിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ചൂടാറി കഴിയുമ്പോൾ വേണം ഇത് കൈ വെച്ചിട്ട് നമുക്ക് കുഴയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇടിയപ്പത്തിനെല്ലാം ഉപയോഗിക്കുന്ന നല്ല സോഫ്റ്റായിട്ടുള്ള അരിപ്പൊടിയാണ്. ഇതാ ശരിക്കും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഉപ്പ് ചേർക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് കുറച്ച് 5-6 ഡ്രോപ്പ് നെയ്യോടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് തിളച്ച വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ സാധാരണ ഇടിയപ്പത്തിനെല്ലാം മാവ് കുഴയ്ക്കുന്ന പോലെ ഇത് ഒന്ന് ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കുഴച്ച് എടുക്കണം. അപ്പോൾ കുറേശ്ശെയായിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് കുഴയ്ക്കാനായിട്ട്. ആദ്യം നമുക്കൊരു മരത്തിൻ്റെ സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് ചൂടുവെള്ളം എല്ലായിടത്തും ഇതുപോലെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. അതിന് ശേഷം ചൂടുവെള്ളം എല്ലായിടത്തും ശരിക്കും ആയി കഴിയുമ്പം കുറച്ച് സമയം ഒന്ന് അടച്ച് വയ്ക്കാം. കുറച്ച് സമയം കഴിഞ്ഞ് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പം നമുക്കിത് കൈ വെച്ചിട്ട് സാധാരണ ഇടിയപ്പത്തിനെല്ലാം കുഴച്ചെടുക്കുന്ന പോലെ കൈ വെച്ചിട്ട് ഇതൊന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കാം. അതുപോലെ ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാവും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഫില്ലിങ് ശരിക്കും ചൂടാറി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഫില്ലിങ്ങും ചൂടാറി കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നേരത്തെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് കൈ വെച്ചിട്ട് ഇനി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ശരിക്കും ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്ന് കുഴച്ചിട്ട് ഇതിൽ നിന്ന് ഒരു ചെറിയ കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കണം. തീരെ ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള ബോൾസായിട്ടാണ് ഞാൻ ഉരുട്ടിയെടുക്കുന്നത്. തീരെ ചെറിയ ബോൾസായിട്ടാണ് കുഞ്ഞു ബോൾസാക്കിയിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ള് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് നോക്കാം. ഇപ്പോൾ ഇതായി മധുരത്തിൻ്റെ ഫില്ലിങ് ഫുള്ള് ഇവിടെ ഇങ്ങനെ ഉരുട്ടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവുണ്ട്, അരിപ്പൊടിയുടെ മാവുണ്ട്, അതും കൂടെയും എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ കൊഴുക്കട്ടയ്ക്കെല്ലാം ചെയ്യുന്ന പോലെ ഇതിൽ നിന്നും ചെറിയൊരു ബോൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ളിൽ ഈ മധുരത്തിൻ്റെ ഫില്ലിങ് വെച്ചിട്ട് ചെറുതായിട്ട് അധികം അരികൊന്നും പൊട്ടിപ്പോകാതെ നല്ലപോലെ ഇതൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഇതും ചെറുതായിട്ടൊരു നെല്ലിക്കയുടെ വലിപ്പത്തിലാണ് ഞാൻ ഉരുട്ടിയെടുക്കുന്നത്. അതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ നേരത്തെ ഉരുട്ടി വെച്ചിരിക്കുന്ന മധുരത്തിൻ്റെ ഫില്ലിങ് അതിൽ വെച്ചിട്ട് ഇതൊന്ന് പൊട്ടിപ്പോവാതെ അരികും ഇതൊന്നും പൊട്ടാതെ ശരിക്കും ഇതൊന്ന് ഉരുട്ടിയെടുക്കണം. ഇപ്പോൾ അതിവിടെ ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഉരുട്ടിയെടുത്തത് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇതുപോലെ നമുക്ക് ഇതെല്ലാം ഈ
ഈ മധുരത്തിൻ്റെ ഫില്ലിങ് ഇതെല്ലാം ഇതുപോലെ ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് അരിപ്പൊടിയുടെ മാവിലൊന്ന് കവർ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതെല്ലാം ഒരു ഫസ്റ്റ് സെറ്റ് നമുക്ക് വറുത്തെടുക്കാൻ പാകത്തിനുള്ളതെല്ലാം ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ അതിവിടെ ഇങ്ങനെ ഫുള്ള് ഇതുപോലെ ഇങ്ങനെ ഇത് എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ വെളിച്ചെണ്ണയാണ് ഇത് ഞാൻ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നെയ്യും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതിലാണ് വറുത്തെടുക്കുന്നത്. ഇപ്പോൾ ഇതിലേക്ക് ഇത് ഓരോന്നിങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പുറം ഭാഗം നല്ല ബലം ഉണ്ടാവും, ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടുള്ള മധുരവും ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മധുരത്തിൻ്റെ റെസിപ്പി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മധുരത്തിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മധുരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റിയാണ് ഇത് ചായയുടെ കൂടെ കഴിക്കാനായിട്ട്. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പം ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊരു 4-5 മിനിറ്റ് തിരിച്ചും മറിച്ചും ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വറുത്തെടുക്കുക. ചെറുതായിട്ട് കളർ മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിത് ലൈറ്റായിട്ട് ഒരു ബ്രൗൺ കളർ ആയി തുടങ്ങുന്ന സമയത്ത് ഇത് നമുക്കിതൊന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ മധുരത്തിൻ്റെ റെസിപ്പി. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ, അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മുടെ വീട്ടിൽ പണ്ടൊക്കെ അമ്മൂമ്മമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മധുരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത സെറ്റും കൂടി നമുക്കിതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് ഫുള്ള് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിത് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പി. ഇത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്നും പറയുന്ന പോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള വേറൊരു റെസിപ്പി ആയിട്ട് ഉടനെ കാണുന്നവരേക്കും താങ്ക്